വീണ്ടും ഒരു വ്ളോഗാണ്. ഫ്രഷ് ആയിട്ട് മോർണിംഗ് ആക്ടിവിറ്റീസും പിന്നെ ചെറിയൊരു ലഞ്ച് സ്പെഷ്യലുമാണ് ഇന്നത്തെ വ്ളോഗിൽ. ഒരു യൂഷ്വൽ ഡേ ആണ്. അതെ, ജോക്കുണ്ണ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. ജോക്കുട്ടൻ ഇപ്പോൾ കിൻഡർ ഗാർഡനിലാണ്. 3 ഇയേഴ്സ് ക്ലാസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഉച്ചയാകുമ്പോൾ തിരിച്ചു വരാമല്ലോ. ഇവിടെ ഇപ്പോൾ ടൈം 8:27 ആണ്. നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ ആണ്. ടെമ്പറേച്ചർ ആണെങ്കിൽ +7 ആണ്. പ്ലസ് ആകുമ്പോഴേക്കും ആൾക്കാർ ഹുഡിയൊക്കെ ഇട്ട് ഇറങ്ങും നടക്കാനായിട്ട്. ഞങ്ങൾ താമസിക്കുന്നത് വിന്നിപെഗ് സൗത്ത് ഇന്ത്യയിൽ വാൻഹൾവേയിലാണ്. ഇവിടെ തൊട്ടടുത്ത നെയ്ബർഹുഡിലൊരു ട്രെയിൽസ് ഒക്കെ ഉള്ള ഒരു പാർക്കുണ്ട്. ഒരു 9 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഒരു കുട്ടി വോക്കിന് രാവിലെ തന്നെ പോകുന്നത്. ഞാൻ പാർക്കിലെത്തി. ഇപ്പോഴത്തെ ഒരു ലുക്ക് ഇതാണ്. ഇവിടെ ഓൾമോസ്റ്റ് വിൻ്ററൊക്കെ സ്റ്റാർട്ടായി. അതാണ് ഈ ഒരു ഡ്രൈ ലുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്തവണത്തെ വിൻ്റർ മൈൽഡാന്നൊക്കെയാണ് കേൾക്കുന്നത്. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നത് ഫോൾ സീസണിലായിരുന്നു. പിന്നെ തണുപ്പും സ്നോഫോളൊക്കെ ആയിട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിലെടുത്ത കുറച്ച് പിക്ചേഴ്സാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഇപ്പോഴത്തെയും ഫോൾ സീസണിൻ്റെയും. എല്ലാവർക്കും അറിയാവുന്ന പോലെ ലീവ്സൊക്കെ കളർ ചേഞ്ച് ആവുന്നൊരു ടൈമാണല്ലോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഫോൾ സീസൺ ഷോർട്ടാണ്, പക്ഷെ വേർത്താണ് കാണാനായിട്ട്. ഞാൻ പാർക്കിൻ്റെ വേറൊരു സൈഡിൽ വന്നേക്കുവാണ്. ഇവിടെ കിഡ്സ് പ്ലേ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഇവിടെ കൂടുതലും വാക്ക് വേസും ട്രെയിൽസും ഒക്കെയാണ് നടക്കാനും ജോഗിങ്ങിന് പോകാനായിട്ട്. പിന്നെ ഇതുപോലെ പിക്നിക് ടേബിൾസും ബെഞ്ചസൊക്കെ ഒത്തിരി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാൻഹൾ പാർക്ക്. പാർക്കിൻ്റെ ഒരു സൈഡെന്ന് വേണേൽ പറയാം. ഞാൻ ഒത്തിരി അങ്ങോട്ട് ഇനി പോകുന്നില്ല, തിരിച്ചു പോവാണ്. ഞാൻ വന്ന വഴിയല്ല കേട്ടോ, വേറൊരു ഷോർട്ട് കട്ടിൽ കൂടെയാണ്, റെസിഡൻഷ്യൽ ഏരിയ കൂടെയാണ് പോകുന്നത്. ഇത് മറൈൻ ഡ്രൈവ്. നമ്മുടെ നാട്ടിലെ കൊച്ചി മറൈൻ ഡ്രൈവ് അല്ല കേട്ടോ. എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം പോഷ് ഏരിയ തന്നെയാണ്. ഞാൻ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ നടക്കാൻ വരാറുണ്ട്. ഇപ്പോൾ പിന്നെ മാറ്റ് ലീവിലായതുകൊണ്ടും വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടുമാണ്. എന്നാൽ പിന്നെ ഒരു വ്ളോഗ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചത്. കുറേ കാലമായി ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈം ഒത്തു വന്നത്. ഞാനും നാത്തൂൻസും കൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആളിപ്പോൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇതുപോലത്തെ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും കിഡ്സ് വീഡിയോസൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് നടന്നു. ഒരു ഫുൾ റൗണ്ട് ചുറ്റിന്ന് തന്നെ പറയാം. അതേ മെയിൻ റോഡൊക്കെ കണ്ടു തുടങ്ങി. ഇതേ ആ കാണുന്നത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനാണ്. കാർ വാഷും അതുപോലെ കൺവീനിയൻസ് സ്റ്റോറൊക്കെ ഉണ്ട്. അത്യാവശ്യം മുട്ട പാലൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഓടി വന്ന് വാങ്ങിക്കാനുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ ആൾക്കാർ കൂടുതലും ലോട്ടറി ഒക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ ആ ലോട്ടറി സെക്ഷനൊക്കെ ക്ലോസ്ഡ് ആണ്. അതൊന്നും എസെൻഷ്യൽ ഐറ്റംസ് അല്ലല്ലോ. ഇത് കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും തണുപ്പായി, സ്നോഫോളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതേ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. യൂഷ്വലി വീക്ക് ഡേയ്സിലെല്ലാം സീരിയലോ ഓട്സോ അല്ലെ സാൻഡ്വിച്ചൊക്കെയാണ്. വീക്കെൻഡിലാണ് നമ്മുടെ നാടൻ ഗ്രാൻഡായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ, അപ്പം, പുട്ട്, ദോശയൊക്കെ. അതുപോലെ ഈയിടെയായിട്ട് ഞങ്ങൾ ലഞ്ചിന് ഇവിടെ ഒരു മലയാളിക്കടയുണ്ട്. അവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിക്കാറുണ്ട്. പല ടൈപ്പ് പൊതിച്ചോറൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ചിനൊരു ചെറിയൊരു സ്പെഷ്യലുണ്ട്. നമ്മുടെ നാടൻ വെജ് ഐറ്റമാണ്, കൂർക്കയാണ്. പക്ഷേ ഇത് സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം നമുക്ക് 5 മിനിറ്റും കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് സംഭവം. കൂർക്ക ഉപ്പിട്ട് വേവിച്ചേക്കുന്നതാണ്. ഞങ്ങൾ നേരത്തെ ഒരു കിൻഡർ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിയായിരുന്നു. ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു പാക്ക് 300 ഗ്രാംസിൻ്റെയാണ്. അതുപോലത്തെ 2 വാങ്ങിയത്. കുറച്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ, $4-5 വരുന്നുണ്ട്. കൂർക്ക നന്നാക്കി വേവിച്ച് പാക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റൊക്കെ ആയിരിക്കണം. ഇതിൻ്റെ പാക്കിൽ തന്നെ കുക്ക് ചെയ്യേണ്ട മെത്തേഡൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കടുക് പൊട്ടിക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. മസാലപ്പൊടികളൊന്നും കൂർക്കയിൽ വെജിറ്റബിളൊന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ എരിവിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കനോൾ ഓയിലാണ് യൂസ് ചെയ്ത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി സവാള കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇനി കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ്സ് അടച്ചു വയ്ക്കാം. വിന്നിപെഗിലുള്ളവർക്ക് വേണ്ടി പറയാണ്, എല്ലാ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടേണ്ടതാണ്. ഞങ്ങൾ കൂർക്ക വാങ്ങിയത് ഭാരത് ഗ്രോസറിയിൽ നിന്നാണ്. അപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞു. കൂർക്ക റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ലഞ്ച് സ്പെഷ്യലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്കും സജഷനും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.